എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയയും ഇച്ചിരി ക്യാരറ്റും നേന്ത്രപ്പഴവും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. സ്വീറ്റ്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നെയ്യിലേക്ക് ഒരു ചെറിയ നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. വലുതാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ഈ ഒരു പഴം ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് പഴം ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 4 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂണിലാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നെയ്ക്ക് പകരമായിട്ട് നമുക്ക് ബട്ടറോ ഓയിലോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ രണ്ടും ഒന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആ ഒരു നെയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റിയേക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ സേമിയയാണ്. സേമിയ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. സേമിയയുടെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നതിന് വരെ നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ സേമിയ ആണെങ്കിലും ചെറുതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സേമിയ നമുക്കൊരു 90% ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഇത് 250 ml കപ്പാണ്. ഈ ഒരു കപ്പിൽ 3/4 കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മളൊരു 1/2 കപ്പ് സേമിയയല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പിൽ തന്നെ ഒരു 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. സേമിയ ഒരുപാടങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. ഒരു 90% നമ്മൾ സേമിയ ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തീയെ നല്ലപോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സേമിയ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. തീ നമ്മൾ കുറച്ചിട്ടിട്ടാണ് വേവിക്കുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ സേമിയൊക്കെ ആണെങ്കിൽ ഒരുപാടങ്ങ് വെന്ത് പോവാതെ ഒരു 90% നമുക്കിവിടെ നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു മധുരം ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് നമ്മളുടെ ഒരു മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവ രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ആ ഒരു ചെറുതായിട്ടുള്ള ഒരു വെള്ളമയൊക്കെ മാറിയിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ഇതുപോലെ ഒരു വെള്ളമയൊക്കെ നന്നായിട്ട് വറ്റി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചെറുകിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഇത് ഇളക്കി കൊടുക്കുക. തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കാഷ്യൂനട്ട് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ വഴറ്റി വെച്ചിരുന്ന ഒരു നേന്ത്രപ്പഴവും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, ഒരു സേമിയൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ വെന്തൊന്നും പോവാതെ നല്ല വിട്ട് കിടക്കുന്ന രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ തന്നെ നമുക്ക് സേമിയ കിട്ടും. ഇതിലേക്ക് ഒരു 3 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 കോഴിമുട്ടയാണ്. മുട്ടയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ പശുവിൻ പാലും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് അത്യാവശ്യം നല്ലൊരു മധുരം വേണം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര മുഴുവനെ ചേർത്ത് കൊടുക്കാതെ ഒന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 9 സ്ലൈസ് ബ്രെഡാണ്. ബ്രെഡിൻ്റെ മുരിഞ്ഞിട്ടുള്ള ഒരു ബ്രൗൺ കളറിലുള്ള ഒരു 4 സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്.
നമ്മൾ ഈ ഒരു സീറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സ്വല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഓയിൽ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡും ഈ ഒരു മിക്സിയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് സൈഡ് കുറച്ചൊന്ന് കയറ്റി ഇതുപോലെ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ബ്രെഡും നമുക്ക് ഇതുപോലെ ഒരു സൈഡ് ഒന്ന് കയറ്റി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫില്ലായി വരാനുള്ള ഒരു വശങ്ങളൊക്കെ ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മിക്സിൽ മുക്കി ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, ഒട്ടും തന്നെ ഗ്യാപ്പൊന്നും വരാതെ നല്ലപോലെ തന്നെ ബ്രെഡ് ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ചെറുതായിട്ട് വീണ്ടും ഒന്ന് വെതറിയിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പിസ്ത ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് ഇതുപോലെ ഈ ഒരു മിക്സിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബലത്തിൽ പ്രസ് ചെയ്യരുത്, ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കുക്കായി വരുമ്പോൾ കാണാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും നമ്മൾ വേവിച്ചെടുത്ത സേമിയയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് പിസ്തായും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഡയറക്റ്റ് നമ്മളിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടല്ല. ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മൂടിയിൽ ഹോൾ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 25 to 30 മിനിറ്റ് ആണ്. ഒരു 25-30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സൈഡൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അഥവാ മുരിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊരു 5 മിനിറ്റും കൂടെ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ നമുക്കിതിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡൊക്കെ നല്ലപോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഇതുപോലെ തന്നെ ഉണ്ടാവും. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് അതും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു സ്വല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു മുകൾ ഭാഗം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 5-6 മിനിറ്റ് ഒക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും സേമിയയും ക്യാരറ്റും ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് പിസ്താപ്പൊടി ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ചൂടൊന്ന് അറിയതിന് ശേഷം ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സേമിയൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ നല്ല വിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സേമിയ ഒന്നും ഒട്ടും കുഴഞ്ഞു പോകാതെ ഇതുപോലെ വിട്ട് കിടക്കുന്ന രീതിയിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു സേമിയയും ക്യാരറ്റും നേന്ത്രപ്പഴവും തേങ്ങ എല്ലാം കൂടെ വന്നൊരു ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.